നിയമസഭാ ചരിത്രത്തിൽ 2011 തിരഞ്ഞെടുപ്പ് ഒരു വഴിത്തിരിവായിരുന്നു. കേവലം 2 സീറ്റുകളുടെ മാത്രം ഭൂരിപക്ഷത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഉടമസ്ഥതയിലുള്ള UDF സർക്കാർ അധികാരമേൽക്കുമ്പോൾ അത് എത്രനാൾ നിലനിൽക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും സംശയിച്ചിരുന്നു. ഒരു MLA വിചാരിച്ചാൽ വീഴ്ത്താവുന്ന ഈ സർക്കാരിനെ മൂത്രമൊഴിക്കാൻ പോയാൽ വീഴുന്ന സർക്കാർ എന്ന അന്തരിച്ച CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പരിഹസിച്ചത് വെറുതെയല്ല. എന്നാൽ ആ നൂൽപാലത്തിലൂടെ 5 വർഷം തികച്ചു നടക്കാൻ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചുവെന്നത് രാഷ്ട്രീയ തന്ത്രജ്ഞതയുടെ തെളിവാണ്. വോട്ട് ഓൺ അക്കൗണ്ട് ബിൽ അവതരിപ്പിച്ച ദിവസം UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമായിരുന്നു. വൈപ്പിൻ വിരുദ്ധമായി ആരെങ്കിലും വിട്ടുനിന്നാൽ സർക്കാർ വീഴുന്ന അവസ്ഥ. അന്ന് വർക്കല കഹാറും ഹൈബിയുടനും സഭയിലെത്താൻ വൈകിയത് സൃഷ്ടിച്ച കോലാഹലം ഇന്നും രാഷ്ട്രീയ കേരളം ഓർക്കുന്നുണ്ട്. ഓരോ നിമിഷവും എണ്ണിക്കഴിഞ്ഞിരുന്ന പ്രതിപക്ഷത്തിനു മുന്നിൽ അവസാന നിമിഷം ഓടിക്കയറി വന്ന ആ MLA മാർ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രവചനങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു. UDF അധികാരത്തിൽ വരുമെന്ന് ഉറച്ചു വിശ്വസിച്ചവരിൽ ഒരാളായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. 72 സീറ്റുകൾ UDF-ന് ലഭിക്കുമെന്ന് അദ്ദേഹം വക്കം പുരുഷോത്തമനുമായി പന്തയം വെച്ചു. ഫലം വന്നപ്പോൾ കൃത്യം 72 സീറ്റുകൾ തന്നെ മുന്നണിക്ക് ലഭിച്ചു. ഈ പന്തയത്തിൽ വിജയിച്ചതിന്റെ പേരിൽ വക്കം പുരുഷോത്തമൻ ഒരു സ്വർണ്ണ മോതിരം വെള്ളാപ്പള്ളിക്ക് നൽകേണ്ടി വന്നത് അക്കാലത്തെ രസകരമായ ഒരു രാഷ്ട്രീയ മുഹൂർത്തമായിരുന്നു. പിന്നീട് ഉപതിരഞ്ഞെടുപ്പുകളിലൂടെയും മറ്റു ചില കരുനീക്കങ്ങളിലൂടെയും ഉമ്മൻചാണ്ടി തന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. ഈ സർക്കാരിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമായി മാറിയത് മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാറിന്റെ ഇടപെടലുകളായിരുന്നു. 2011 നെന്മാറ മണ്ഡലത്തിൽ തന്റെ പിതാവ് MV രാഘവൻ പരാജയപ്പെട്ടതോടെ മന്ത്രിസ്ഥാനം നഷ്ടമായത് നികേഷിനെ പ്രകോപിപ്പിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ആ കാലഘട്ടത്തിലാണ് 5ാം മന്ത്രി എന്ന വിഷയം കേരളത്തിൽ ആളിക്കത്തിച്ചത്. മുസ്ലിം ലീഗിന് 5ാം മന്ത്രിസ്ഥാനം നൽകിയത് ഒരു വലിയ വർഗീയ ധ്രുവീകരണത്തിന് വഴിവെച്ചു. കുഞ്ഞുഞ്ഞ്, കുഞ്ഞുമാണി, കുഞ്ഞാലിക്കുട്ടി എന്ന ത്രിമൂർത്തി അച്ചുതണ്ട് കേരളം ഭരിക്കുന്നു എന്ന പ്രചാരണം ശക്തമായത് ഇക്കാലത്താണ്. അഴിമതി കേസിൽ ജയിലിലായ R ബാലകൃഷ്ണപിള്ളയുമായി നികേഷ് കുമാർ ഫോണിലൂടെ ബന്ധപ്പെട്ട സംഭവം വലിയ വിവാദമായി. കുടുംബ ബന്ധങ്ങൾ മുൻനിർത്തി തന്റെ സംഭാഷണം വാർത്തയാക്കരുത് എന്ന് പിള്ള അഭ്യർത്ഥിച്ചിട്ടും മിനിറ്റുകൾക്കുള്ളിൽ അത് ഫ്ലാഷ് ന്യൂസ് ആക്കി മാറ്റാൻ നികേഷ് മടിച്ചില്ല. ജയിലിലും പിള്ള ഫോൺ ഉപയോഗിക്കുന്നുവെന്ന് വരുത്തി തീർക്കുന്നതിലൂടെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ പിന്നീട് കേരളപ്പിറവി ദിനത്തിൽ ശിക്ഷ ഇളവ് നൽകി പിള്ളയെ സർക്കാർ മോചിപ്പിച്ചു. നാട്ടിലെത്തിയ പിള്ള കാണുന്നത് തന്റെ മകൻ KB ഗണേഷ് കുമാർ മന്ത്രിയായി തിളങ്ങി നിൽക്കുന്നതാണ്. എന്നാൽ ഇവർക്കിടയിലെ സൗന്ദര്യ പിണക്കങ്ങൾ പിന്നീട് വലിയ പൊട്ടിത്തെറികളിലേക്ക് നയിച്ചു. ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കാൻ അദ്ദേഹത്തിന്റെ പിതാവ് തന്നെ ചരടുവലികൾ നടത്തി. അന്ന് ചീഫ് വിപ്പായിരുന്ന PC ജോർജിനെ അദ്ദേഹം കൂട്ടുപിടിച്ചു. നെല്ലിയാമ്പതിയിലെ പോപ്സൺ ഗ്രൂപ്പിന്റെ മരമുറി വിഷയം ഇതിനായി ഉപയോഗിച്ചു. ഇതിനിടയിലാണ് സോളാർ വിവാദ നായികയുടെ കത്ത് ബാലകൃഷ്ണപിള്ളയുടെ കയ്യിലെത്തുന്നത്. ഗണേഷ് കുമാറിനെതിരെയുള്ള പരാതികളായിരുന്നു അതിൽ അധികവും. ഒടുവിൽ കുടുംബ പ്രശ്നങ്ങളും ഭാര്യയുടെ പരാതിയും ഒത്തുചേർന്നപ്പോൾ 2013 ഏപ്രിൽ 1 ഗണേഷിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഗണേഷ് കുമാറും നികേഷ് കുമാറും ചേർന്ന് സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ കുടുക്കാൻ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് സോളാർ ഇടപാടിനായി ഉമ്മൻചാണ്ടിയെ കണ്ടു എന്ന ശ്രീധരൻ നായരുടെ മൊഴി വലിയ വാർത്തയുമായി. ഉമ്മൻചാണ്ടി അന്ന് രാത്രി രാജിവെക്കുമെന്ന് കേരളം മുഴുവൻ വിശ്വസിച്ചു. ഇത്തരമൊരു വാർത്ത ചമച്ച എഡിറ്റർ പിൽക്കാലത്ത് തന്റെ പ്രവൃത്തിയിൽ ഖേദിച്ചതായും പറയപ്പെടുന്നുണ്ട്. രാഷ്ട്രീയ ലാഭത്തിനായി മാധ്യമങ്ങൾ എങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നതിന്റെ ഉദാഹരണമായിരുന്നു ഇത്. ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിക്ക് ലഭിച്ച വൻ ജനപ്രീതി കണ്ട് വിളറിപ്പൂണ്ട പ്രതിപക്ഷം സോളാർ വിഷയത്തെ സർക്കാരിനെ തകർക്കാനുള്ള ആയുധമാക്കി മാറ്റി. AKG സെന്ററിൽ നിന്നുള്ള നിർദ്ദേശിച്ച ചില മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും ഒത്തുചേർന്ന് ഉമ്മൻചാണ്ടിയെ തേജോവധം ചെയ്യാൻ ശ്രമിച്ചു. സോളാർ നായികയെ സഹായിക്കാനെന്ന വ്യാജേന വലിയ തുകകൾ കൈമാറപ്പെട്ടതായും അതിൽ ചിലത് ഇടനിലക്കാർ തട്ടിയെടുത്തതായും പറയുന്നുണ്ട്. KG ജോർജിന്റെ ഇരകൾ എന്ന സിനിമയിലെ ബേബി എന്ന സൈക്കോപതിക് കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഗണേഷ് കുമാറിന്റെ പല രാഷ്ട്രീയ നീക്കങ്ങളും. അഹന്തയും അധികാരത്തോടുള്ള ആർത്തിയും ഒരു മനുഷ്യനെ എങ്ങനെ മാറ്റുന്നു എന്നതിന് ഗണേഷ് കുമാർ ഒരു ഉദാഹരണമായി മാറി. സിനിമയിൽ ബേബി നൈലോൺ കയറുപയോഗിച്ച് ഇരകളെ കുരുക്കുന്നത് പോലെ രാഷ്ട്രീയത്തിൽ ഗണേഷ് കുമാർ തന്റെ എതിരാളികളെ ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടത്തി. ഉമ്മൻചാണ്ടി എന്ന ജനനായകനെ തകർക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടത് അദ്ദേഹത്തോടുള്ള ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസം കൊണ്ടാണ്. തന്നെ വേട്ടയാടിയവർക്ക് പോലും മാപ്പ് നൽകിയ ആ വലിയ മനസ്സിനെയാണ് കേരളം പിന്നീട് പുതുപ്പള്ളിയിലെ ആ വിലാപയാത്രയിൽ കണ്ടത്. ആ പള്ളിയിലെ കല്ലറയിൽ ഇന്നും ആയിരങ്ങൾ എത്തുന്നത് ആ നന്മയുടെ തെളിവാണ്. അധികാരം പിടിച്ചെടുക്കാൻ ഏത് നെറികെട്ട വഴിയും സ്വീകരിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് മുന്നിൽ ക്ഷമയും കരുണയും കൊണ്ട് ഉമ്മൻചാണ്ടി ഒരു വലിയ പാഠമായി അവശേഷിക്കുന്നു.